കളിയാണ് കളിക്കണേ. ഒന്ന് കൈയടിച്ചു നിങ്ങളല്ല. ഈ കൈയടി എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയാ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി. ഇവിടെ മോട്ടിവേഷൻ ആണല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? ഇവിടെ വന്ന് പുതുതായിട്ട് ആദ്യമായിട്ട് ബിസിനസ് കേൾക്കാൻ വന്ന ആൾക്കാരൊന്നും കൈ വന്നിട്ട് ആദ്യമായിട്ട് ബിസിനസ് കേൾക്കാൻ വന്ന. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി വയ്ക്കും. ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇന്ന് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് അവസരം കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അവർക്കൊരു വിശ്വാസം വരണമെങ്കിൽ നമുക്ക് ആദ്യം വിശ്വാസം വേണം. ഇത് നല്ലതാണോ മോശമാണോ? നല്ലതാണോ? അപ്പൊ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കണ്ടേ? അപ്പൊ ഇവിടെ ഒരു ലീഡർ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി കാണിക്കണ്ടേ? ആ എനർജി ഇവിടെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടേ ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ഒന്ന് കാണും. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് സുരേഷ്, മഞ്ചേരിയാണ് സ്ഥലം. പ്രൊഫഷണൽ ബിസിനസ്മാൻ ആണ്. ഇവിടെ ആദ്യമായിട്ട് വന്ന ആളുകളൊന്ന് കഴിയുന്നില്ല. ആദ്യമായിട്ട് ഈ ബിസിനസ് പ്ലാൻ കേൾക്കാൻ വന്ന ആളുകൾ. ഓക്കെ, ഈ പ്ലാൻ കേൾക്കാൻ വന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം എന്തായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞൊരു ഫിഗർ ഉണ്ട്. എത്രയാണ്? ആഴ്ചയിൽ 2,10,000, അല്ലെ? ഇതൊക്കെ കിട്ടുമോന്നായിരിക്കും പല ആൾക്കാരുടെ സംശയം. പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സംശയം ഉണ്ടായിരിക്കും. ഇത് ഈ ബിസിനസ്സിൽ വന്ന് തുടക്കക്കാർക്കും സംശയം ഉണ്ടാവും 2,10,000 കിട്ടുമോ എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച 2,10,000 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സംശയമുള്ള ആൾക്കാർക്ക് എന്റെ അടുത്ത് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇതിൽ 2,10 കിട്ടുന്നുള്ളത് ഉറപ്പാണ്. കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പണിയെടുക്കണം. യെസ് ഓർ നോ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ദിവസം മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ വരുന്ന 5 വർഷം വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തും നേടാൻ സാധിക്കും എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു ദിവസം 5 മണിക്കൂർ വർക്ക് ചെയ്യുന്ന എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്? ആരും കയ്യൊന്നിക്കുന്നില്ല. ദൈവമേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങള് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? ആ സ്ഥാപനത്തിൽ മിനിമം 8 മണിക്കൂർ വർക്ക് ചെയ്യണം. വേണ്ടേ? രാവിലെ 9 മണിക്കാണ് ഓഫീസ് തുറക്കുന്നതെങ്കിൽ നിങ്ങൾ 12 മണിക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? ജോലി ഉണ്ടാവുമോ? പിറ്റേ ദിവസം ജോലി നഷ്ടപ്പെടും. അപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യം 8 മണിക്കൂർ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. തുച്ഛമായ 5,000-6,000 രൂപ ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. എന്നാൽ ഇവിടെ ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന ഈ ബിസിനസ്സിൽ ഒരു 5 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല. പ്രശ്നങ്ങൾ തന്നെയാണ്, വെറും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ തീർന്നിട്ട് വർക്ക് ചെയ്യാൻ സമയമല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇന്നും നിങ്ങൾ സാധാരണക്കാരനായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇന്ന് നമ്മൾ കാണുന്ന സാധാരണക്കാരൊക്കെ അല്ലെങ്കിൽ ജീവിതത്തില് സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്തറിയോ? അവര് പ്രത്യേകിച്ച് ഒരു പണി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സാധാരണക്കാരായി നിൽക്കുന്നത്. നിങ്ങളതിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ ഒരു 5 മണിക്കൂർ ഈ അവസരത്തിന് വേണ്ടി ചെലവാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജനിച്ചതും സാധാരണക്കാരനാണ്, ഇനി മരിക്കുന്നതും സാധാരണക്കാരനായിട്ടാണ് മരിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ജനിക്കുന്നത് ഒരു ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളെ കുഴപ്പം കൊണ്ടാണോ? ഒരിക്കലല്ല. നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളെ കുഴപ്പം കൊണ്ടല്ല. പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ മാത്രം കുഴപ്പം കൊണ്ടാണ്. അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ എനിക്കും ഇനി വരാൻ പോകുന്ന സുബീഷ് സാർക്കൊക്കെ ഇതിനകത്ത് ആഴ്ചയിൽ 2,10 മാസം ലക്ഷങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങള് കഴിഞ്ഞ 7.5-8 വർഷം, ഞാൻ 7.5 വർഷമായിട്ടുള്ളൂ, അതിലും കൂടുതലായിട്ടുള്ള ആളാണ് സുബീഷ് സാറ്. ഞങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ബിസിനസ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. നേരത്തെ ഇവിടെ നമ്മളെ റസിയാബി മേഡം പറഞ്ഞു ഇന്നലെ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങാതെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് വേണ്ടി നെഞ്ചോട് ചേർത്ത് രാവും പകലും കഷ്ടപ്പാട്. താങ്ക് യു.